അങ്ങനെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു മഴക്കാലമാണ്. കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു മഴക്കാലമാണ്. ഒരുപാട് സന്തോഷത്തോടെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പുതിയ ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് മഴയൊക്കെ നനഞ്ഞു പുതിയ കുട പിടിച്ച് ഇങ്ങനെ വീട്ടുകാർക്കൊപ്പം സ്കൂളിലേക്ക് പോകുന്നു. വളരെ സന്തോഷം നൽകുന്ന ഒരു സമയം കൂടാണ്. പക്ഷേ എന്താ പറയുക, നമ്മൾ സാധാരണ ആളുകളെ സംബന്ധിച്ച് ഒരു മഴക്കാലം വലിയ പ്രശ്നമാണ് അല്ലേ. നല്ല വീടില്ലാത്തവർക്ക്, പിന്നെ ഇപ്പം എല്ലാവരും ഗ്യാസിലൊക്കെയാണ് കൂടുതൽ പാകം ചെയ്യുന്നതെങ്കിലും അതില്ലാത്ത ആളുകളുണ്ട്. ഇപ്പോഴും അടുപ്പിനെ ആശ്രയിക്കുന്നവരുണ്ട്. ഇപ്പം വിറക് നനഞ്ഞതും വെളുപ്പിനെ എണ്ണീറ്റ് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ആഹാരമൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നത് കൂടുതലും സ്ത്രീജനങ്ങളാണ്. അതിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ ഉള്ളതാണല്ലോ അല്ലേ. പിന്നെ മഴ കൂടുതലായി കഴിയുമ്പോൾ വെള്ളപ്പൊക്കം വരുന്നു. ഏറ്റവും കൂടുതൽ നമുക്കറിയാം കുട്ടനാടുകാർ, അവരെ അവരുടെ ഒരു ജീവിത രീതി. കാടാറ് മാസം നാടാറ് മാസം എന്ന് പറയുന്നത് പോലെ പകുതി മാസം വെള്ളത്തിലും പകുതി മാസം കരയ്ക്ക് എന്ന രീതിയിലാണ് അവരുടെ ജീവിതം പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ സാധാ ഒരു ജലനിരപ്പുണ്ട്. ആ ജലനിരപ്പിൽ നിന്ന് താഴെ നിൽക്കുന്ന ഒരു പ്രദേശമാണ് കുട്ടനാട്. അപ്പം ഇപ്പോൾ എന്തായാലും എല്ലാവരും ഉൾക്കൊള്ളുകയാണ് നമ്മുടെ ജീവിത രീതി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടം വിട്ട് പോകണം. അവിടം വിട്ട് പോവുക എന്ന് പറയുമ്പോൾ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളുള്ള ആളുകളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ വിറ്റിട്ട് പോകുമ്പോൾ അവർക്ക് സത്യമായിട്ടും ആവശ്യമുള്ളത്ര തുക ചിലപ്പം കിട്ടണമെന്നില്ല നിലങ്ങൾക്കൊക്കെ. അപ്പോൾ അതും അവർക്ക് പറ്റുന്നില്ല. അത്രയും നാളും കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് അതിനും വില കിട്ടാതെ വരുമ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമ്പോഴാണ് അവർ വീണ്ടും അവിടെ തന്നെ നിന്നു പോകുന്നത്. പലരും ചോദിക്കും, നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാ വർഷവും വെള്ളം കയറുക, അപ്പം നിങ്ങൾ അവിടെ നിന്ന് മാറി താമസിച്ചുകൂടെ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവർ കാണും. പക്ഷേ അത് അവരുടെ മാത്രം പ്രശ്നമാണല്ലോ അല്ലേ. അവർക്ക് മാത്രമേ അതിനുള്ള ഉത്തരം നൽകാനും കഴിയുകയുള്ളൂ. നമുക്കിങ്ങനെയൊക്കെ കരുതാം, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പോകുവാൻ ഇതിപ്പോൾ ആരായാലും അങ്ങനെ തയ്യാറാകില്ലല്ലോ. അതാണ് ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ കഷ്ടപ്പാടുമാണ് നമ്മുടെ ആ സമ്പാദ്യങ്ങളെന്ന് പറയുന്നത്. വീടായാലും പുരയിടമായാലും കൃഷിസ്ഥലമായാലും എല്ലാം. അപ്പോൾ അങ്ങനെ ആണ് ഈ മഴ വരുമ്പോൾ ഉള്ള ഒരു പ്രധാന പ്രശ്നം. പിന്നെ കുട്ടികളൊക്കെ ഹാപ്പിയായിട്ട് സ്കൂളിൽ പോകുന്നു, വീട്ടുകാർക്കൊപ്പം പോകുന്നു. ആദ്യത്തെ ഒരു ദിവസം ഭയങ്കര ഇൻട്രസ്റ്റാണ്, കാരണം ഉച്ച വരെ ഉള്ളല്ലോ സ്കൂളിൽ നിന്ന്. ഉച്ച കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴത്തേക്കും വീട്ടിൽ വരാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും പോകണം. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര. പിന്നെ അമ്മമാർക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനെ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, ഉറങ്ങിയില്ലേ പറഞ്ഞ് ഉറക്കം വരുന്നില്ല. ഞാൻ പറഞ്ഞു, പോയി കിടന്ന് ഉറങ്ങും വച്ചേ, സ്കൂൾ ഉറക്കാറായി ഇല്ലേ. നീ നേരത്തെ കിടന്നുറങ്ങിയിട്ട് വെളുപ്പിനെ എഴുന്നേക്കേണ്ട ഒരു സമയം ആയി. അപ്പം വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇനി അങ്ങോട്ട് ഈ മഴ സമയത്ത് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര മഴയാണെങ്കിലും എത്ര തണുപ്പാണെങ്കിലും വെളുപ്പിനെ എഴുന്നേൽക്കേണ്ട ഒരു വിഭാഗം ആളുകളുണ്ട്. പ്രധാനമായിട്ടും അമ്പലങ്ങളിൽ ജോലി ചെയ്യുന്നവർ അല്ലേ. എത്ര വെളുപ്പിനെയാണ് അവർ എഴുന്നേറ്റ് ആ തണുപ്പത്ത് തന്നെ കുളിച്ച് അമ്പലത്തിലേക്ക് കയറണം. പിന്നെ അകത്ത് കയറി വിളക്ക് കൊളുത്തി അതിൻ്റെയൊക്കെ ഒരു ചൂടും പുകയൊക്കെ കിട്ടുമ്പോൾ ഒരാശ്വാസം. എങ്കിലും അവർ ചെയ്യുന്ന ആ ജോലിയിലെ എത്ര അതുപോലെ തന്നെ ജോലിക്ക് പോകാനുള്ളവർ എഴുന്നേൽക്കുന്നു, പിന്നെ വീട്ടുജോലികളെല്ലാം ചെയ്യുന്നു, സ്വന്തം ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു അല്ലേ. എല്ലാവർക്കും മഴക്കാലം എല്ലാവർക്കും പൊതുവെ ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ അങ്ങ് സങ്കടം വരും. പക്ഷെ അവധി ദിവസങ്ങൾ ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് മഴക്കാലത്താണ്. താമസിച്ച് എഴുന്നേറ്റാൽ മതി. രാവിലെ എഴുന്നേൽക്കാൻ മടിയാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കാം, ഉച്ചയ്ക്കും വേണമെങ്കിൽ വാങ്ങിക്കാം ഇല്ലേ. അങ്ങനെ ഈ മഴക്കാലത്തെ എല്ലാ ഞായറാഴ്ചകളും ഈ മടുപ്പുകളെല്ലാം മാറ്റാനായിട്ട് ഏറ്റവും അധികം എൻജോയ് ചെയ്യുക
അല്ലേ? മഴക്കാലം എന്ന് പറയുമ്പം അതിന് ഏറ്റവും കൂടുതൽ നല്ല ഒരു സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ്. ചായ വേണമെന്നില്ല, കട്ടൻ, നല്ല ചൂട് കട്ടൻ, അത് ആറിച്ചറിച്ച് അതിൻ്റെ ചൂട് കളയില്ല, നന്നായിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് അത്ര ഒഴിച്ചിട്ട് അങ്ങനെ കുറച്ചധികം കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരുമായിട്ടിരുന്ന് എന്തെങ്കിലുമൊക്കെ കുറിക്കാനോ കഴിക്കാനോ ഒക്കെ ഉണ്ടാക്കി കഥയൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ച് സംസാരിച്ച് അതിൻ്റെ കൂടെ ആ മഴ ഒരു സംഗീതം പോലെ മഴ അല്ലേ, മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്ന് അല്ലേ, ആ ഒരു സമയം നന്നായിട്ട് എൻജോയ് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു കാരണം. ഇതൊക്കെ ഓരോ പ്രകൃതിയിലെ ഓരോ ഋതുഭേദങ്ങളും നമുക്ക് കിട്ടുന്ന ഓരോ വരദാനമാണ്. ഓരോ കാലാവസ്ഥയും നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഈ മാവും മാങ്ങയും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് വേനൽക്കാലത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്. വേനൽക്കാലത്തിൻ്റെ ആരംഭത്തൊട്ട് ചെറിയ മാങ്ങ അത് നമുക്ക് കഴിക്കാം അല്ലേ, ഉപ്പൊക്കെ കൂട്ടി കഴിക്കാം. പിന്നീട് ഇങ്ങനെ അതിൻ്റെ പാകമായി വരുമ്പോൾ അതിൻ്റെ ഓരോ സമയത്തും അതിൻ്റെ ഒരു ടേസ്റ്റിന് വ്യത്യാസമുണ്ടല്ലോ നമ്മൾ കഴിക്കുന്ന ആ മാങ്ങയുടെ. ലാസ്റ്റ് തനിയെ നിന്ന് മാവിൽ നിന്ന് പഴുക്കുന്നു, അപ്പോഴത്തേക്ക് നമ്മുടെ മാംഗോ ഷവർത്ത് അങ്ങനെ കാറ്റ് അല്ലേ, വേനൽ മഴ, ആ സമയത്ത് അത്യാവശ്യം പാകമായ മാങ്ങ എല്ലാം കാറ്റത്ത് താഴെ വീഴുന്നു, അത് കഴിക്കുന്നു അല്ലേ. പിന്നീട് അങ്ങോട്ട് മാങ്ങയുടെ സീസണായി. ഇന്നത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ അപ്പുറത്തൊരു വീട്ടിൽ നമ്മൾ തൊട്ട് ഫ്രണ്ട് വശത്തൊരു വീട്ടുണ്ട്, അവിടുന്ന് മാങ്ങയുണ്ട്. അപ്പോൾ അവിടുന്ന് പറിച്ചിരുന്നു, കുറച്ച് ദിവസത്തേക്ക് മുമ്പ് അവർ പറിച്ചിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങയൊക്കെ തന്നു. അത് ഇന്ന് തീർന്നു, വൈകിട്ട് അതെടുത്ത്. അപ്പം നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്, മോണ്ട മാങ്ങ. വേറെ നാട്ടിലെന്താ പറയുന്നറിയില്ല, ഈ നാട്ടിൽ എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്. അതൊക്കെ കഴിച്ചു. അങ്ങനെ മാങ്ങ തീർന്നല്ലോ എന്ന സങ്കടമുണ്ട്. അപ്പുറത്തൊരു മാവ് ഉണ്ടായിരുന്നു, അത് ഈ പ്രാവശ്യം ഒരു മാങ്ങ പോലും ഞാൻ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ഉടമസ്ഥര് വന്ന് കുറച്ച് മാങ്ങ പറിച്ചിട്ട് പോകുന്നുണ്ട്, അല്ലാതെ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അടുത്ത വർഷമെങ്കിലും നിറയെ കായ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം മാവിൻ്റെ ഇനിയിപ്പം മാങ്ങയ്ക്ക് എല്ലാത്തിലും പുഴുവൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ചക്കയിലൊക്കെ വെള്ളം കയറും. ഞാൻ വലിയ പ്രതീക്ഷയിലായിരുന്നു ആനിൽ ചക്ക എടുക്കണമെന്നുള്ള കാര്യം. അത് ഇനിയും വലിയ ടേസ്റ്റ് കാണത്തില്ല, കാരണം വെള്ളം ഇറങ്ങാൻ തുടങ്ങും. മാത്രമല്ല വിചാരിച്ചെത്ര താഴെ നിൽക്കുന്നതെന്ന് തോന്നുന്നു, പഴുത്തിട്ടുമില്ല. അതുകൊണ്ട് ആ വഴി അങ്ങനെ പോവുകയാണ്. എന്തായാലും മഴക്കാലം ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ല സമയമാണ്, നല്ല കാലമാണ് മഴക്കാലം എന്ന് പറയുന്നത്. പക്ഷേ മറ്റൊരു വശം പറയുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നൽകുന്ന ഒരു കാലം കൂടിയാണ്. ഇപ്പം നമ്മളെല്ലാവരും മഴയെ എൻജോയ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ മഴയെ പേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, പ്രത്യേകിച്ചും വഴിയോരങ്ങളിൽ അന്തിയുറങ്ങുന്ന ആളുകൾ. ഞാനപ്പോൾ ചിലപ്പോഴൊക്കെ കരുതാറുണ്ട്, രാത്രിയിൽ മഴ പെയ്യണ്ട, പകൽ മാത്രം മഴ പെയ്താൽ മതി. കാരണം എന്താണ്, ഈ വഴിയോരങ്ങളിൽ കിടക്കുന്നവർക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല, തണുപ്പായിരിക്കും. അതുപോലെ തന്നെ വീടുകളൊക്കെ ചോരുന്ന തരത്തിലുള്ള വീടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ. പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, രാത്രിയിൽ മഴ പെയ്യേണ്ടത് മഴയുടെ ആവശ്യമായതുകൊണ്ട് അത് പെയ്തിരിക്കും. പക്ഷേ നമുക്ക് ആരെയെങ്കിലും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. നമുക്ക് വേറെ ഒന്നും അവർക്ക് ആ സമയത്ത് അവർക്ക് ഒരു നേരത്തെ ചൂടോടുള്ള ഒരു പാത്രം കഞ്ഞി കൊടുക്കുക, അല്ലെങ്കിൽ ചൂട് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊന്ന് തണുപ്പില്ലാതെ കിടന്നുറങ്ങാൻ പറ്റിയ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ ഒരു വലിയ കാര്യമാണ്. അതിനൊക്കെ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലത് വരുത്തട്ടെ ഈശ്വരൻ. ഇനിയും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായും ചെയ്യുക, കാരണം അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. കാരണം അതിൽ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും വയസ്സായ ആളുകൾ, പ്രായമായ ആളുകളായിരിക്കും ഇങ്ങനെ റോഡരികിൽ കൂടുതലും അന്തി ഉറങ്ങുന്നത്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ കാണും. ഈ തണുപ്പ് അവരുടെ ശരീരത്തെ ഒരുപാട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ കണ്ടെത്തി ഈ മഴക്കാലം മാറുന്നിടം വരെയെങ്കിലും
എന്തെങ്കിലും ഒരു സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കാൻ ആർക്കെങ്കിലുമൊക്കെ തോന്നുമെങ്കിൽ അത് വലിയ കാര്യമാണ്. അങ്ങനെ എല്ലാവർക്കും കുറച്ചെങ്കിലും പേർക്ക് തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ആർക്കെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, മഴക്കാലം എൻജോയ് ചെയ്യുക.